അപ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ ആവശ്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നി ഒരു സമാധാനം എന്നത് ഇനി സാധ്യമല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമല്ലേ ഇത്? അതെ, അങ്ങനെ ഏതാണ്ട് ആ രീതിയിലാണ് ഇറാൻ പ്ലാൻ ചെയ്തത്. ദീർഘമായ 4 മാസങ്ങൾ. ഈ 4 മാസമൊക്കെ സാധാരണ ഒരു ഇസ്ലാമിക രീതി അനുസരിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശവസംസ്കാരം നടത്തുക, അതാണ് ന്യായം, അതാണ് രീതി. പക്ഷേ സവിശേഷമായ ചില സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ഈ എംബാം ചെയ്യാതെ, രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശരീരം ലേപനം ചെയ്യാതെ ശീതീകരിച്ച് വേണമെങ്കിൽ സൂക്ഷിക്കാം. അത് പ്രത്യേക അവസരങ്ങളിൽ മാത്രം, അതിനുള്ള അനുവാദം മാത്രമേ ആ ഒരു സംസ്കാരം നൽകുന്നുള്ളൂ. അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി വളരെ സുരക്ഷിതമായ ഇടത്ത്, അമേരിക്കയുടെ കണ്ണുകൾ, ജാരക്കണ്ണുകൾ എത്താത്ത ഒരിടത്ത് വളരെ സുരക്ഷിതമായ രീതിയിൽ ആ ശരീരം സൂക്ഷിക്കുകയും എംബാം ചെയ്യാതെ തന്നെ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ഏറ്റവും അനുകൂലമായ സാഹചര്യം വന്നു എന്ന് ഇറാന് ബോധ്യമായപ്പോൾ, ഇറാൻ്റെ ഭരണകൂടത്തിന് ബോധ്യമായപ്പോൾ ശവസംസ്കാര ചടങ്ങ് നടത്തി എന്നതാണ് വാസ്തവം. ഇനി നോക്കൂ, ഈ 4 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇറാൻ അനുകൂല സാഹചര്യം എത്തിച്ചു നിർത്തിയത്? അവിടെ 4 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഇറാൻ മനസ്സിലാക്കുന്നു ഇറാനെ ഒരു വൈദേശിക ശക്തിക്ക് പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ആവില്ല. റെജീം ചേഞ്ച് ഈസ് ഇമ്പോസിബിൾ. സാധിക്കുമായിരുന്നുവെങ്കിൽ അമേരിക്കൻ ആക്രമണം, ഇസ്രായേലി ആക്രമണം കൊണ്ട് ഒരു ഭരണമാറ്റം സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും ആ രീതിയിൽ ഇനി കരയുദ്ധത്തിലൂടെ പോലും ഒരു ഭരണമാറ്റം നടക്കുമെന്ന ചിന്തയില്ല. ആ ഒരു സാധ്യത എലിമിനേറ്റ് ചെയ്തു. അതാണ് ഇറാൻ മനസ്സിലാക്കുന്ന, ഇറാനെക്കുറിച്ച് ഇറാൻ മനസ്സിലാക്കുന്ന ഒരു സ്ട്രെങ്ത്. 2, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്ക് വെപ്പണൈസ് ചെയ്യാൻ സാധിക്കും എന്ന് കൃത്യമായി ഇതിനെ തിയറൈസ് ചെയ്തിട്ടുണ്ട് ഇറാൻ പലപ്പോഴും. പക്ഷേ പ്രാക്ടിക്കലി ഹോർമൂസ് ഇറാൻ വിചാരിച്ചാൽ പൂർണ്ണമായി സ്തംഭിപ്പിക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാണ്. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്, ഈ അമേരിക്കയുമായിട്ടുള്ള കരാർ ഇങ്ങനെ പരമാവധി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. കാരണം അമേരിക്ക ഇറാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇറാനെ ഗൺ പോയിന്റിൽ നിർത്തി ഒരു കാര്യത്തിൽ ഒപ്പിടിപ്പിച്ച് നിർത്താനാവില്ല. അതും ദേ നോ ഹൗ ടു ബൈ ടൈം. വളരെ ഒന്നാന്തരമായി പ്രയോറിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട്, അമേരിക്കയുടെ പ്രയോറിറ്റീസിനെ കുറിച്ച് ബോധ്യമുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇറാൻ്റെ പ്രയോറിറ്റീസിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. കടുകട വിട്ടുവീഴ്ച ചെയ്യാതെ പരമാവധി ഇറാൻ പിടിച്ച പോയിന്റുകളിൽ നിന്നുകൊണ്ട് ആദ്യ പോയിന്റായി തന്നെ പശ്ചിമ ഏഷ്യയിൽ പൂർണ്ണ സമാധാനം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇസ്രായേൽ ലെബനന് നേരെ നടത്തുന്ന, ഇറാൻ്റെ സഖ്യകക്ഷിയാണല്ലോ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തിവെക്കണമെന്ന് കരാറിൻ്റെ 1ാം ഭാഗമായി താൽക്കാലിക എഗ്രിമെൻറ്റിൻ്റെ 1ാം ഖണ്ഡികയിൽ എഴുതി ചേർക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, അത് അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഇറാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് താൽക്കാലിക കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമാണ്. 4ാമത്തെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സംവിധാനം അവിടെ തുടരുകയാണ്. ആ സംവിധാനവുമായി അമേരിക്കയ്ക്ക് മനസ്സില്ലാ മനസ്സോടെ സംസാരിക്കേണ്ടി വരുന്നു. ഒരു റെജീമാണ്, ആ റെജീമിനെ പുറത്താക്കാം. ഹെൽപ്പ് പീസ് അറ്റ് ഹാൻഡ് എന്നാണല്ലോ അമേരിക്ക പറഞ്ഞിരുന്നത്, ഇറാൻ ജനതയോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് സഹിക്കൂ, നിങ്ങളുടെ ഭരണകൂടത്തെ നിങ്ങൾക്ക് തള്ളിയിടാൻ കഴിയും, ഞങ്ങളിതാ നിങ്ങൾക്ക് സഹായവുമായി എത്തുന്നു. അതേ ജനം തന്നെ അമേരിക്കയോട് കടക്ക് പുറത്തു എന്ന് വലിയ രീതിയിൽ പറയുന്ന ഒരു കാഴ്ചയാണ് ശവസംസ്കാര ചടങ്ങിൽ കാണുന്നത്. ഇറാൻ്റെ വളരെ ശരിയാണ്. എനിക്ക് മുൻപ് സംസാരിച്ച പാനലിസ്റ്റുകളെല്ലാം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അതായത് ഇറാൻ ഒരു 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 ക്രോസ് റോഡ്സിൽ എത്തി നിൽക്കുകയായിരുന്നു. ഒരു ഡിസംബർ 2025, ജനുവരി 2026 കാലഘട്ടത്തിൽ എങ്ങോട്ടും തിരിയാവുന്ന രീതിയിൽ ഇറാൻ്റെ അവസ്ഥ, ആഭ്യന്തരമായ സാഹചര്യം വളരെ സ്ഫോടനാത്മകമായിരുന്നു. ജനങ്ങളുടെ റിസെൻറ്റ്മെൻറ്റ് വളരെ അധികമായിരുന്നു. വേണമെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തരമായി തന്നെ വലിയ കലഹങ്ങൾ ഉണ്ടാകാമായിരുന്നു. അതിന് സൂചനയുണ്ടായിരുന്നു. തെരുവിൽ വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. അയത്തുള്ള അലി ഖൊമേനിക്ക് എതിരെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ജനങ്ങളെ അവിടെ അന്ന് കാണുകയുണ്ടായി. പക്ഷേ അതിനുശേഷം അമേരിക്കയുടെ ആക്രമണം ഫെബ്രുവരി 28, 2026 അന്ന് മുതൽ ഒരാളെയും തെരുവിലെങ്ങും കണ്ടില്ല. ഒരു പ്രക്ഷോഭവും ഇറാൻ ഗവൺമെൻറ്റിനെതിരെ കണ്ടില്ല. ഇറാനിയൻ ജനത പൂർണ്ണമായി IRGC നയിക്കുന്ന, അല്ലെങ്കിൽ മുജ്തബ ഖൊമേനി നയിക്കുന്ന ആ ഒരു ക്രമത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അത് ലോകത്തിന് ഇന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ശവസംസ്കാര ചടങ്ങുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഏറ്റവും അനുകൂലമായ സാഹചര്യം. ഏറ്റവും 4 മാസം കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക അങ്ങനെയൊന്നും കയറി ആക്രമിക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ലോക മനസ്സാക്ഷി തന്നെ വല്ലാതെ അങ്ങ് മാറിപ്പോകും.
അതുകൊണ്ട് തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ്. പക്ഷേ അവിടെയും പൂർണ്ണമായി ഈ മൂന്ന് ദിവസങ്ങൾ ഈ മാസം 9-ാം തീയതി വരെയുള്ള ഇനിയുള്ള 2-3 ദിവസങ്ങൾ അതീവ നിർണായകമാണ്. അത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണമാകട്ടെ അട്ടിമറിയാകട്ടെ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. കാരണം ഒരു രാജ്യം മുഴുവൻ ഒരു വലിയ ഒരു ആചാരത്തിൻ്റെ ആചാരങ്ങൾ അതിൻ്റെ മധ്യേ നിൽക്കുമ്പോൾ അവിടെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവാം, വിള്ളലുകൾ ഉണ്ടാവാം. അത് മുതലെടുക്കാൻ അമേരിക്കയോ ഇസ്രായേലോ ശ്രമിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമായ രീതിയിൽ കാര്യങ്ങൾ ഘനീഭവിച്ചു വരും. അത് ഒഴിവാക്കാൻ ഒരുപക്ഷെ രണ്ട് കക്ഷികളും, അതായത് അമേരിക്കയും ഇറാനും പരമാവധി ശ്രദ്ധ ചെലുത്തേണ്ടടുത്താണ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ. നിങ്ങൾ കണ്ണീർ വാർക്കുന്ന മുതലക്കണ്ണീരല്ലേ എന്നാണ് രേണുക ചോദിക്കുന്നത്. എന്തൊരു ക്രൂരമായ ചോദ്യമാണ്. ഇറാൻ ജനത അത് ആചാരത്തിന്റെ ഭാഗമായിരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാറത്തടിച്ച് നിലവിളിക്കുന്നത്, ശരീരത്തിൽ മാന്തുന്നത്, ഇതൊക്കെ തന്നെ ചില വൈകാരിക പ്രകടനങ്ങളാണ്. ശരിയാണ്, സമ്മതിച്ചു, ആ കൾച്ചറിന്റെ ഭാഗമായിരിക്കാം. പക്ഷേ അവിടെ ജനങ്ങൾ, ഒരു ദുഃഖാർത്തരായ ജനങ്ങൾ, അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായും നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരിന് യാതൊരു വിലയുമില്ല, ഇതൊരു കള്ളക്കണ്ണീരാണ്, മുതലക്കണ്ണീരാണ് എന്ന മട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് വില കുറഞ്ഞ അഭിപ്രായമായി മാത്രമേ കണക്കാക്കാനാവൂ. തീർച്ചയായും. ശ്രീ നിർമ്മൽ അബ്രഹാം, നോക്കൂ, ഇവിടെ ഇപ്പോ ശ്രീ മോഹൻ വർഗീസ് സംസാരിച്ചതിനിടയിൽ സൂചിപ്പിച്ച കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.